പിന്നെ അപ്പൊ നമുക്ക് ഇനിയിപ്പോ പാട്ട് വേണ്ട, കുറച്ചു നേരം പാട്ടിനൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ഗെയിം കളിച്ചാലോ? അപ്പൊ ഗെയിം കളിക്കാൻ റെഡി അല്ലേ? ആ റെഡിയാണ്. അപ്പൊ നമുക്ക് ഇവരെ ഒരു ഗെയിമിലേക്ക് കൊണ്ടുപോവാം. യെസ്, അപ്പോൾ നമ്മുടെ ഗെയിമിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല കളർഫുൾ ബലൂൺസ് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇതെന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ ഇതാ ഈ ഒരു ഐ മാസ്ക് ഉണ്ടോ, ഇത് ഞാനിങ്ങനെ വെക്കും, രണ്ടുപേർക്കും വെക്കും. ആദ്യം ഞാൻ എക്സാമ്പിൾ നമുക്ക് ആളെ കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബലൂൺ ഇതിന്ന് പിക്ക് ചെയ്യണം. അത് ഇഷ്ടമുള്ള കളർ എടുക്കുക, നമുക്ക് കണ്ണെഴുതി കാണാൻ പറ്റില്ലല്ലോ, കളർ എടുക്കുക. എന്നിട്ട് ഈ കയ്യിലിരിക്കുന്ന ഏത് കളറാണോ അതേ കളർ ബലൂൺസ് തന്നെ ചവിട്ടി പൊട്ടിക്കണം. ഗെയിമിന്റെ റൂൾസ് മനസ്സിലായോ? ആദ്യം കിഷോറേട്ടൻ ആദ്യം കിഷോറേട്ടൻ. ഇത് അതെ, കിഷോറേട്ടൻ ഒരെണ്ണം കെട്ടി. ഇനി കണ്ടു കെട്ട വയ്യ. അപ്പൊ നമുക്ക് റെഡിയല്ലേ? ഏത് കളറാ? ഏത് കളറാ എടുത്തത്? അറിയില്ല. ഓഹോ, അപ്പൊ എടുത്തിരിക്കുന്ന കളർ ബ്ലൂ ആണ്. ഇനി ഇതിലെ ബ്ലൂ ബലൂൺസ് ചവിട്ടി പൊട്ടിക്കാം. റെഡി? പൊളിച്ചെന്ന് വെച്ചാ മതി. ബ്ലൂ പൊട്ടിക്ക, ചവിട്ട് ബ്ലൂലാണ് ചവിട്ട്. റൈറ്റ് വാ, നിന്റെ റൈറ്റ്, വലത്തോട്ടുള്ള റൈറ്റ്. ഇതെന്ത് ഭാഷ കച്ചറ? നീ എവിടെ പോന്നേ? ഫ്രണ്ടില് വാ. നടക്ക്. ഫോർവേഡ് വാ. കാല് പൊക്കി ചവിട്ടു. അയ്യോ, അങ്ങോട്ട് എവിടെ പോന്ന? ബലൂൺ ഉള്ളിടത്തോട്ട് വരൂ. ബലൂൺ ഇത് എവിടെ നിന്ന് ഞാൻ കളിച്ചത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിന്റെ തലസ്ഥാനം ന്യൂഡൽഹിയിൽ കുട്ടി ബലൂൺ ഇട്ടിരിക്കുന്നത് ഇവിടെ തിരുവനന്തപുരത്തും. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത്രയൊക്കെ തെറ്റിച്ചിട്ടും കറക്റ്റ് നീല ബലൂൺ പൊട്ടിച്ചിരിക്കുന്നു. ഒരെണ്ണം നീല ബലൂൺ പൊട്ടിച്ചു. ആദ്യം പൊട്ടിച്ചത് വേറെ കളറായിരുന്നു. അപ്പൊ ഇനി നമ്മുടെ കിഷോറേട്ടന്റെ ടൈമാണ്. കിഷോറേട്ടൻ ഞാൻ ഈ ഐ മാസ്ക് വെച്ചുതരാൻ പോണ്. ബാക്കിയെല്ലാം അറിയാലോ അല്ലേ? ഇനിയാണ് നമ്മുടെ യഥാർത്ഥ ഗെയിം. ബലൂൺ എടുക്കണം. റെഡി? 1 2 3 മ്യൂസിക്. ഓക്കെ, എടുത്തിരിക്കുന്ന ബലൂൺ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറാണ്. അപ്പൊ ഇനി വൈറ്റ് കളറിലുള്ള ബലൂൺസ് ആണ് ചവിട്ടി പൊട്ടിക്കേണ്ടത്. Your time start now. പൊട്ടിക്ക. അതെ. ചേട്ടൻ ഫുട്ബോൾ അല്ല, ചേട്ടൻ തട്ടിക്കളയല്ലേ, ബലൂൺ പറന്നു പോകും. എന്നാ പൊട്ടിക്കെന്നാ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. നീ പകപോക്കാണല്ലേടാ. എനിക്ക് വിശ്വാസമല്ല. ഏത് ഗതികെട്ടനെ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. വെള്ളം. എന്റെ ദൈവമേ, ഒരൊറ്റ വൈറ്റ് ബലൂൺ ഇല്ലെന്ന് ദുഷ്ടത്തികളെ രണ്ടുപേരും കൂടെ നിന്ന് തച്ചിന് പണിയായിരുന്നുള്ള ഞാൻ ഇപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ ഒരു വൈറ്റ് ബലൂൺ ഇവിടെ കാണിക്കാം. ഇത് കള്ള കളി ചുമ്മാ. അല്ലല്ലോ, നോക്ക്, ഒറ്റ അതെന്താ കിഷോറേട്ടൻ ബലൂണ് ഇങ്ങനെ തട്ടി എല്ലാ ബലൂണും പുറത്തേക്ക്. നീ പറയണ്ടേ അങ്ങനെ തട്ടരുതെന്ന്? ഞാൻ പറഞ്ഞു ഇത് ഫുട്ബോൾ അല്ല, ബലൂൺ ആണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി കഷ്ടപ്പെട്ട് ബലൂൺസ് ഇവിടെ കൊണ്ടുവന്ന് ചേട്ടന്റെ കാലിന്റെ ഇവിടെ കൊണ്ട് ഇട്ട് തന്നു വൈറ്റ്. പക്ഷെ ഇതൊന്നും ഞാൻ അറിയില്ല. അറിയാത്ത പിള്ള ചൊറിയും പറയും.
അറിയാത്ത പിള്ള ചൊറിയും പറയും. എന്തായാലും ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം നിസ്സി തലസ്ഥാനം. ഈ ബലൂൺ പൊട്ടിച്ചതിന് ജയിച്ചത് കാരണം നാളെ ന്യൂഡൽഹിയുടെ ജില്ലാ കളക്ടറായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വിവരവും വളരെ സന്തോഷം അറിയിച്ചിരിക്കുന്നു. ഓക്കെ, ജയിച്ച ഡാൻസ് കളിക്കണം. അങ്ങനെയുണ്ടല്ലേ? ജയിച്ചിരിക്കുന്നത് നിസ്സി. അങ്ങനെയുണ്ടാ? ഈശ്വര, ഞാൻ തോറ്റതേനെ നല്ലത്.